നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്നാട്ടോ ഇവിടേക്ക് ഒന്ന് മഴ പെയ്തത്. അപ്പം റോഡൊക്കെ നിറഞ്ഞൊഴുകയായിരുന്നു. പിന്നെ ദേ ചെരുപ്പൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നിങ്ങളെ വീട്ടിൽ ഇന്നാണ് മഴ പെയ്തുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിതേ പേപ്പറൊക്കെ എടുത്ത് എല്ലാവരും പേപ്പറിൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും പേപ്പറൊക്കെ എടുത്ത് ബോട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ബോട്ട് ഉണ്ടാക്കി വള്ളത്തിലിടണമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് 2 അട്ടി ബോട്ടും 1 അട്ടി ബോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ കുറേ ഉണ്ടാക്കി. ഞങ്ങളിത് റോട്ടും ഇടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നല്ല ഇടിയും മിന്നലായതുകൊണ്ട് റോട്ടും പെട്ടില്ല. തൊട്ടപ്പുറത്ത് കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ടു കേട്ടോ. പിന്നെ അതേ ബോട്ടുമ്മ പേരെഴുതിങ്ങാണ്ടും അല്ലാതെയും അങ്ങനെ കുറേ ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടു. പിന്നെ മഴയൊക്കെ നിന്നു കേട്ടോ. ഇടിയും മിന്നലും മാത്രമുള്ളായിരുന്നു. മഴയൊക്കെ നിന്ന് നമ്മളെ ബോട്ടിൻ്റെ അവസ്ഥ കേട്ടോ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പൊരിഞ്ഞ മഴയായിരുന്നു. ഒടുക്കത്ത മഴയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ നേരത്തെ ഇട്ട തോണിയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒടുക്കത്തെ വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കണം നമ്മളെ ബാക്കിലായിരുന്നു. നല്ല ഇടിയും മഴയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പം മഴ വേണ്ടില്ലേനിന്ന് തോന്നി. നമ്മളപ്പുറത്തെ ഒരു പറമ്പുണ്ട്, ആ പറമ്പിലൊക്കെ നിറയെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സച്ചൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുന്നത്.